എന്നാൽ സാധ്യതയുള്ളതെന്ന് പറയൂ നബിയെ. ഒറ്റ രാവുകളെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്നാൽ ആ പരിശുദ്ധമായ രാവ് ലഭിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞു താ നബിയെ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചോദ്യം കേട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അതേ മോളെ, നീ എങ്ങനെ ചോദിക്കണം ആയിഷ, നീ ചോദിക്കുന്നത് ചോദ്യമാ. അതേ ലൈലത്തുൽ ഖദറിന് അത് നമുക്ക് കിട്ടാനുള്ള ഒരു ദിക്റുണ്ട്, ഒരു ദുആയുണ്ട്. എന്താ? അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നതിനെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ് എന്ന് തുടങ്ങുന്ന ദിക്ർ ദുആ. ഞാൻ ഇതെല്ലാം ഓട്ടിച്ച് പറയുന്നതിനുള്ള സമയമില്ല. എനിക്ക് ഒരു സമയം തന്നിട്ടുണ്ട്, ആ സമയം വരെ പറയാൻ പറ്റുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വർഗ്ഗം കിട്ടണം. സ്വർഗ്ഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. എന്ത് പ്രയാസം അനുഭവിച്ചാലും വേണ്ടിയില്ല, റമദാനിന്റെ പകലുകളിൽ പരിശുദ്ധ ഖുർആൻ ശരീഫ് എടുത്തു വെച്ച് ഓതിയിട്ട് ആ സമയം അങ്ങോട്ട് നീക്കിയതിന്റെ പേരിൽ നീ വിഷമിക്കേണ്ട മോനെ. അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിന്റെ പകലുകളിൽ നീ വിശപ്പ് സഹിച്ചിരുന്നതിന്റെ പേരിൽ നീ പ്രയാസപ്പെടണ്ട. രാത്രി സമയങ്ങളിൽ നീ തറാവീഹ് നിസ്കാരം 20 വന്ന് നിന്ന് നിസ്കരിച്ചതിന്റെ പേരിൽ ബുദ്ധിമുട്ടണ്ട. വേണ്ട, പരിശുദ്ധമായ സ്വർഗത്തിന്റെ അവകാശിയാവണമെങ്കിൽ മോനെ നീ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാ. ഈ സന്ദർഭത്തിൽ എനിക്ക് ഇനി 1-2 കാര്യങ്ങൾ കൂടിയാ പറയാനുള്ളത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും നീത്ത് വെക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട സവാദ് സഖാഫി ഉസ്താദും കല്ലൂർ പള്ളിയിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെയൊക്കെ ഉസ്താദായ ഈ താമരക്കുളത്ത് തന്നെ വലിയ അനുഗ്രഹമായ ആലിമീങ്ങളുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ സഖാഫി അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഉപദേശങ്ങളിലെല്ലാം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ധാരാളം ഇതിന്റെ വിശദീകരണങ്ങൾ ലഭിക്കും. ഞാൻ വിശദീകരണത്തിലേക്ക് പോകാതെ പറയട്ടെ. റമദാനിന്റെ പകലുകൾ നമുക്കൊക്കെ അറിയാം. ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു ഫർദ് നിസ്കരിച്ചതിന്റെ പ്രതിഫലമുണ്ട്. ഒരു ഫർദ് നിസ്കരിച്ചാൽ 70 ഫർദ് നിസ്കരിച്ചതിന്റെ പ്രതിഫലമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, 1-2 കാര്യങ്ങൾ കൂടിയേ പറയുന്നുള്ളൂ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മൻ ഹദറ ഫീ മജ്ലിസിൽ ഇൽമി ഫീ റമദാൻ, ആരെങ്കിലും പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പകലുകളിലോ രാത്രികളിലോ അല്ലാഹുവിന്റെ പ്രകാശമാകുന്ന അറിവുകൾ പഠിക്കുന്ന ഇൽമ പഠിക്കുന്ന മജ്ലിസിൽ ഒന്ന് വന്നിരുന്നാൽ, പ്രിയമുള്ള യുവാക്കളെ യുവതികളെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് ആരാ പറയുന്നത്? നമ്മുടെ നേതാവ് കരളിന്റെ കഷണമായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ, മൻ ഹദറ ഫീ മജ്ലിസിൽ ഇൽമി ഫീ റമദാൻ, പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ആ സമയങ്ങളിൽ ആരെങ്കിലും പരിശുദ്ധ ആത്മീയമായ അറിവ് പഠിപ്പിക്കുന്ന മജ്ലിസിലിരുന്നാൽ, ഇൽമിനോട് സ്നേഹമുള്ളത് കൊണ്ട് അതിനോട് താല്പര്യമുള്ളതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇരുന്നത് പോലെ നമ്മൾ ഉസ്താദുമാർ ഇൽമു പഠിപ്പിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് ഈ പള്ളിയിലാണെങ്കിലും കല്ലൂർ പള്ളിയിലാണെങ്കിലും മറ്റു തക്കാവിലൊക്കെ ആണെങ്കിലും ഇവിടെ എല്ലാവരും ഇരിക്കുന്നവരാ. ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ഞാൻ ചില കൂലികൾ പറയാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല, ശ്രദ്ധിക്കാൻ വേണ്ടിയാ. നിങ്ങൾ ഇരിക്കുമല്ലോ ഇൻഷാ അല്ലാഹ്. ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നവരാ, എനിക്കറിയാം. നമ്മളങ്ങനെ സദസ്സുകളിലൊക്കെ എപ്പോഴും കാണുന്നവരാ നിങ്ങൾ. നിങ്ങളോട് പറയട്ടെ, ഇരുന്നതിന്റെ കൂലി എത്രയാണെന്നറിയോ? സദസ്സിൽ റമദാൻ അല്ലാത്തപ്പോൾ ഇരുന്നതിന്റെ കൂലി വേറെ, റമദാനിൽ ഇരുന്നതിന്റെ കൂലിയാണ് ഞാൻ പറയുന്നത്. ഓരോന്നും ശ്രദ്ധിച്ചോളാം. ഞാൻ എണ്ണി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് അല്ലാഹുവിന്റെ ആത്മീയമായ ഖുർആൻ പറയുന്നു, പഠിപ്പിക്കുന്നു. ഫിഖ്ഹിന്റെ മസല, കുളിയുടെ മസല, വുളൂഇന്റെ മസല. കുളിയൊക്കെ അറിയണം, മനസ്സിലാക്കാനുള്ള കാര്യമാണ്. കുളിയുടെ ഫർദ് അറിയണം. നമ്മളിതൊന്നും അറിയാതെ ഓടും. പരിശുദ്ധ ഖുർആൻ മരിപ്പ് വിട്ടിൽ ഫാത്തിഹ, ഒരു ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹ ഓതി കുളി ശരിയായില്ലെങ്കിൽ ആ ഫാത്തിഹ ഓതിയാൽ ഗുണമല്ല, ശിക്ഷ കിട്ടുക, ഹറാമാണ്, വലിയ ഹറാം. ചെറുതല്ല, ജനാബത്തുകാരൻ വലിയ ശുദ്ധിക്കാരൻ കുളി ശരിയായിട്ടില്ല എങ്കിൽ കുളിയുടെ ഫർദ്